കത്തുന്ന ചൂടിലും ആസ്വാദകർക്കും മത്സരാർത്ഥികൾക്കും ദാഹജലം പകർന്ന് കുടിവെള്ള കമ്മിറ്റി തങ്ങളുടെ ദൗത്യം നിറവേറ്റുന്നതിൽ ശ്രദ്ധാലുക്കളാകുന്നു. ഓരോ വേദികളിലും കുടിവെള്ളത്തിനായി പ്രത്യേക കൗണ്ടറുകൾ ഏർപ്പെടുത്തിയത് ആളുകൾക്കേറെ ആശ്വാസം പകരുകയാണ്. കത്തുന്ന ചൂടിലും കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് യഥാവിധി ദാഹജലം പകർന്ന് കുടിവെള്ള കമ്മിറ്റി ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. എല്ലാ വേദിക്കരികിലും പ്രത്യേകം കൗണ്ടറുകൾ ഏർപ്പെടുത്തിയാണ് ഈ വിഭാഗം തങ്ങളുടെ സേവനം സജീവമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാഹജലം എന്നത് ആളുകൾക്ക് പ്രശ്നമേയാകുന്നില്ല. വിവിധ ക്ലാസുകളിലുള്ള 70ഓളം വിദ്യാർത്ഥികളാണ് ആസ്വാദകരുടെയും മത്സരാർത്ഥികളുടെയും ദാഹമകറ്റാനായി നഗരിയാകെ ഓടിനടന്നും കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. 3 സെക്ഷനുകളാക്കി തിരിച്ച് ഓരോ വിഭാഗത്തിനും പ്രത്യേകം സമയപരിധി നിശ്ചയിച്ചാണ് പ്രവർത്തനം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഒരു വിഭാഗവും, 1:30 മുതൽ 5:30 വരെ രണ്ടാമത്തെ വിഭാഗവും, 5:30 മുതൽ മത്സരങ്ങൾ അവസാനിക്കുന്നതുവരെ മൂന്നാമത്തെ വിഭാഗവും കുടിവെള്ള വിതരണത്തിനായി രംഗത്തുണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കത്തുന്ന ചൂടിലും കലോത്സവ നഗരിയിൽ എത്തുന്ന കാണികൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഇവിടുത്തെ കുടിവെള്ള വിതരണം. ഇവിടുത്തെ വെൽഫെയർ കമ്മിറ്റിയാണ് ഇവിടെ കുടിവെള്ള വിതരണം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ചെയർമാനെ നമുക്കൊന്ന് പരിചയപ്പെടാം, അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ, ഒന്ന് പരിചയപ്പെടും സാർ. ഇവിടുത്തെ കത്തുന്ന ചൂടാണ്. ആ ചൂടിൽ ഇവിടുത്തെ കാണികൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കുന്ന ഇവിടുത്തെ കുടിവെള്ളമാണ്. പൊതുവേ എല്ലാവർക്കും അതിനെക്കുറിച്ച് 100 വാക്കാണ് പറയാനുള്ളത്. എങ്ങനെ പോകുന്നു ഈ കുടിവെള്ളത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങൾ? എത്ര സ്റ്റാഫാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്? മൊത്തത്തിൽ ഏത് ടൈമിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഒന്ന് ചുരുക്കി പറയാം. ഞാൻ കുമ്പള ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂടിയാണ്, ഈ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ്. പക്ഷേ ഇത്തരമൊരു പരിപാടിയുടെ പ്രധാന ഭാഗമാണ് കുടിവെള്ളം, ആരോഗ്യം, ശുചിത്വം എന്നുള്ളത്. അപ്പോൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും അതിൻ്റെ കൺവീനർ ഇവിടുത്തെ പ്രഭ ടീച്ചറാണ്. പക്ഷേ മറ്റുള്ള ടീച്ചേഴ്സും അതുപോലെ ഈ വെൽഫെയർ കമ്മിറ്റിയിൽ ഏകദേശം 120ഓളം വോളണ്ടിയേഴ്സാണുള്ളത്. വോളണ്ടിയേഴ്സിന് 3 സെക്ഷനായിട്ടാണ് നമ്മൾ ജോലി കൊടുത്തിട്ടുള്ളത്. ഒന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഒരു സെക്ഷനും, ശേഷം 1:30 മുതൽ വൈകുന്നേരം 5:30 വരെ രണ്ടാമത്തെ സെക്ഷനും, ശേഷം 8 മണി മുതൽ 5:30 മുതൽ പരിപാടി അവസാനിക്കുന്നവരെയുള്ള മൂന്നാമത്തെ സെക്ഷനാണുള്ളത്. ഈ 3 നേരവും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി കംപ്ലീറ്റും 7 സ്റ്റേജും ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റേജും പരിസരവും ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. പിന്നെ കുടിവെള്ളം നമ്മുടെ കുമ്പളയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തം അതുപോലുള്ള രോഗങ്ങൾ പടരുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇവിടെ വരുന്ന പാർട്ടിസിപ്പേഷനും അതുപോലെ ഓഡിയൻസിനും അതുപോലെ മൊത്തം ആൾക്കാർക്കും നല്ല രീതിയിൽ ചൂട് വെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഇവിടെ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. തീർച്ചയായും അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അഭിമാനം. താങ്ക് യു. അധ്യാപികയായ പ്രഭാവതിയുടെ മേൽനോട്ടത്തിലാണ് ഈ വിഭാഗത്തിന്റെ പ്രവർത്തനം. പകൽ സമയങ്ങളിൽ കൂടുതലും പെൺകുട്ടികളും രാത്രിയിൽ ആൺകുട്ടികളുമാണ് കുടിവെള്ളം എത്തിക്കുന്നത്. കുമ്പളയിലെയും പരിസര പ്രദേശത്തെയും ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകളെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ആളുകൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവ നഗരിയിൽ ഏറ്റവും കൂടുതലായി ആളുകൾക്ക് പ്രയോജനമാകുന്നതും ആശ്വാസമാകുന്നതും ഈ വിഭാഗത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. കലോത്സവ നഗരിയിലെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടുത്തെ കുടിവെള്ള വിതരണമാണ്. കാരണം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ എത്തുന്ന കലോത്സവ നഗരിയിൽ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഓരോ വേദിയുടെ അരികിലായിട്ട് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. അതുകൂടാതെ കലോത്സവ നഗരിയുടെ പല ഭാഗങ്ങളിലായിട്ട് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. ശരിക്കും ഇവിടെ എത്തുന്ന എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദാഹം എന്ന് പറയുന്ന കാരണം പ്രത്യേകിച്ച് നല്ല ചൂടുള്ളൊരു അവസ്ഥയിലാണ് ഈ കലോത്സവം നടന്നു വരുന്നത്. കത്തുന്ന വെയിലിലും നമുക്ക് ദാഹം എന്ന് പറയുന്ന ഒരു ദാഹിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം എവിടെ നോക്കിയാലും കുടിവെള്ളം സജീവമാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇവിടെ നൽകുന്ന വെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് നൽകുന്നത്. അത് ഇവിടെ എത്തുന്ന കാണികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും എനിക്ക് ചെറിയൊരു ദാഹമുണ്ട്, ഞാനൊരു കുറച്ച് വെള്ളം കുടിക്കുകയാണ്. ഓക്കെ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രു വെള്ളരിക്കുണ്ടിനൊപ്പം ബിനു.